ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ലെഡ്ജർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ജേർണലൈസ് ചെയ്തു. ലെഡ്ജർ ഏറെക്കുറെ 2 ക്വസ്റ്റ്യനിലായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ലെഡ്ജറിന് ശേഷം എന്താണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തുടക്കത്തിലെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് എന്ന് പറയുന്നത് ജേണലാണ്. അതുകൊണ്ടാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് ജേണലിന് പറയുന്നത്. ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ആദ്യത്തെ എൻട്രി പാസ് ചെയ്യുന്നത് ജേണലിലാണ്. ദെൻ ആ ഒറിജിനൽ എൻട്രിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പീരീഡ് വൈസായിട്ട് തരംതിരിച്ച് സമ്മറൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻ്റ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ എഴുതുന്ന ട്രാൻസാക്ഷനിൽ എഴുതുന്ന ജേർണൽ എൻട്രീസിൽ നിന്നെല്ലാം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ വരുന്ന എല്ലാ ഐറ്റംസിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് എല്ലാ ഐറ്റംസും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ലെഡ്ജറിൽ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്കത് ബാലൻസ് എടുക്കാം. ചിലർ മാസം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും വർഷാവസാനം അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ പീരീഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ, എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് നോർമലി എന്നാണ് പറയാൻ പറ്റുള്ളൂ. എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ നോർമലി എന്ത് ചെയ്യുന്നു, ആ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ബാലൻസിങ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ തന്നെ പറഞ്ഞ എന്താണ്, ചില അക്കൗണ്ടുകൾക്ക് എന്താണ് ഡെബിറ്റ് ബാലൻസ് ആണ്, ചില അക്കൗണ്ടുകൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ചില അക്കൗണ്ടുകൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ചില അക്കൗണ്ടുകൾ P&L അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് എത്തരം ഐറ്റംസ് ഒക്കെയാണെന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ലെഡ്ജറിന് ശേഷം എന്താണ് പ്രോസസ്സിങ്, ലെഡ്ജറിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചേഞ്ചാണ് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് ഇപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, ഈ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസസിൻ്റെ ഒരു നേച്ചറാണ് ആദ്യം പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നേച്ചർ ഓഫ് എന്താണ് ലെഡ്ജർ അക്കൗണ്ട്സ് നമുക്ക് നോക്കാം. നേച്ചർ ഓഫ് ബാലൻസ് ഇൻ ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അസറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റ് അക്കൗണ്ട്സ് ഏത് തന്നെ എടുത്തോ, ബാങ്ക് അക്കൗണ്ട് എടുത്തോളൂ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എടുത്തോളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാഷ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്, അസറ്റ് അക്കൗണ്ടാണിത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പല കുട്ടികൾക്കൊരു സംശയമുണ്ട്, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരുന്നതെന്നാൾ. അങ്ങനെയല്ല. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആണ് കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ ഉണ്ടായിരിക്കുക. അത്തരം ബാലൻസിനെയാണ് ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ബാലൻസിങ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. പക്ഷേ എന്താണ്, ഡെബിറ്റ് സൈഡ് കൂടുതലുള്ള കാരണം കൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അസറ്റ് സൈഡ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലയബിലിറ്റി അക്കൗണ്ട്സ് എന്തായിരിക്കും, അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ലയബിലിറ്റി അക്കൗണ്ട്സ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറയുന്നു അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ ആൻഡ് റവന്യൂസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ അതിൻ്റെ താഴെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൽ തന്നെ റവന്യൂ കൂടി പറഞ്ഞിട്ടുണ്ട്. റവന്യൂ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം അതുപോലെ തന്നെ ഗെയിൻസ് പോലെയുള്ള ഐറ്റംസ് ആണ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. റവന്യൂ അക്കൗണ്ടും എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അടുത്ത എക്സ്പെൻസസ് അക്കൗണ്ട് റവന്യൂ അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റാണ്. എക്സ്പെൻസസ് അക്കൗണ്ട് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറയട്ടെ, അസറ്റ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ എക്സ്പെൻസസ് ആൻഡ് ലോസസും ഡെബിറ്റ് ബാലൻസ് ആണ്. നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ അസറ്റ് അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകളൊക്കെ വരയ്ക്കുന്ന സമയത്ത്
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്വാഭാവികമായിട്ട് ഏത് സൈഡായിരിക്കും കൂടുതൽ, സ്വാഭാവികമായിട്ടും കേട്ടോ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചില എക്സ്ട്രാ ഓർഡിനറി കേസുകളൊക്കെ വരാം. സ്വാഭാവികമായിട്ടും ഇതെന്താണ്, ഡെബിറ്റ് സൈഡാണ് ഇതിൻ്റെ ടോട്ടൽ കൂടുതൽ ഉണ്ടായിരിക്കുക, ക്രെഡിറ്റ് സൈഡാണ് കുറഞ്ഞിരിക്കുക കേട്ടോ. അസറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ എക്സ്പെൻസസ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഇനി ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂസ്. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, അതുപോലെ തന്നെ എന്താണ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഈ അക്കൗണ്ടുകൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സ്വാഭാവികമായിട്ടും അവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടിയിരിക്കുക, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് ലെഡ്ജർ എന്നുള്ള മേഖലയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപായിട്ട് കുട്ടികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ഉണ്ട്. ദാറ്റ് ഈസ് എന്താണ്, സബ്സിഡറി ബുക്സ്. എന്താണ് സബ്സിഡറി ബുക്ക് എന്ന് നോക്കാം നമുക്ക്. ഇൻ സ്മോൾ കൺസേൺസ് ദർ ഈസ് ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. ഹെൻസ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ സിംഗിൾ ജേണൽ. മനസ്സിലായല്ലോ. സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ചെറിയ സ്ഥാപനങ്ങളിലെ ട്രാൻസാക്ഷൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ട്രാൻസാക്ഷൻസ് ഒരു സിംഗിൾ ജേണലിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. സിംഗിൾ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ജേണൽ എൻട്രി പഠിച്ചില്ലേ. ജേണൽ എൻട്രി പഠിച്ചത് എങ്ങനെയാണ്, എല്ലാ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, ജേണലിൽ ഡയറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഇന്ന് ഞാൻ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്, അതുകൊണ്ടാണ് ജേണലിനെ ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയപ്പെടുന്നത്, അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണ്, ഒരു ചെറിയ സ്ഥാപനത്തിൽ വളരെ ചെറിയ ട്രാൻസാക്ഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷനും ഒരൊറ്റ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ ബുക്കിനെയാണ്, അല്ലെങ്കിൽ ഒരു ജേണലിലാണ് എല്ലാം എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇനി ഇഫ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ബിഗ് ഓർഗനൈസേഷൻസ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. ചെറിയ സ്ഥാപനത്തിൽ എന്താണ്, ചെറിയ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ വലിയ സ്ഥാപനങ്ങളിൽ ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. ദെൻ ഇഫ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ വൺ ജേണൽ ദ ജേണൽ വുഡ് ബിക്കം ഓവർ ബർഡൻഡ് ഓർ ബൾക്കി. അവിടെയും ഇതുപോലെ തന്നെ എന്താണ്, വലിയ സ്ഥാപനങ്ങളിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അല്ലേ. ഈ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒരൊറ്റ ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് ബൾക്കി ആയിരിക്കുക, ബുക്ക് ബൾക്കി ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, വലിയ ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കരുതേണ്ടി വരും അല്ലേ. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പോഴത്തെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഈ ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ പറയാനേ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം എല്ലാം എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു, ഹാർഡ് ഡിസ്കിൽ എടുത്ത് സൂക്ഷിക്കുന്നു അല്ലേ. കമ്പ്യൂട്ടറിലെ റെക്കോർഡ്സ് അതേപോലെ തന്നെ ഒരു ഹാർഡ് ഡിസ്കിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്ന ആളുകളൊക്കെ. അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അക്കൗണ്ടൻസ് ഒക്കെ ചെയ്യുന്നത് എന്താണ്, ഒരു വർഷത്തെ ഡീറ്റെയിൽസ് മുഴുവൻ എന്ത് ചെയ്യുന്നു, ഒരു ഹാർഡ് ഡിസ്കിലാക്കി, കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്കിലാക്കി അത് മാറ്റി വയ്ക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന എല്ലാം റെക്കോർഡ്സും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനൊക്കെ അത് തന്നെ പേര്, ജേണൽ എൻട്രി, ലെഡ്ജർ തന്നെയാണ് പേര്. പക്ഷെ അത് എവിടെ റെക്കോർഡ് ചെയ്ത് പോകുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കൃത്യമായിട്ടുള്ള റെക്കോർഡിൽ പോകുന്നു അല്ലേ. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത്, നമ്മൾ പഴയ സിസ്റ്റത്തിൽ തന്നെ പഠിച്ചു പോകണം. അതിൽ റെക്കോർഡ് ചെയ്യുന്ന ബുക്കുകൾക്കൊന്നും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയാലും വലിയ മാറ്റമൊന്നുമില്ല. അതിൻ്റെ പേര് ജേണലിനും ലെഡ്ജറും തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയ സ്ഥാപനമാണെങ്കിൽ ഒരു ബുക്ക് മതി. എന്താ കാരണം, അതിന് മാത്രം ട്രാൻസാക്ഷൻസ് ഇല്ല. വലിയ സ്ഥാപനമാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബുക്ക് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബുക്കിൽ എഴുതുമ്പോൾ വലിയൊരു ബുക്ക് വേണ്ടി വരും അല്ലേ. വലിയൊരു ബുക്ക് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്ത് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക, അതിനെ ഹാൻഡിൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾ തുറക്കാനും എഴുതാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സ്ഥാപനങ്ങളിലെ ഇത്രയും വലിയ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ അതിലെ അത്രയും വലിയ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേറെ ആ ബുക്കിനെ 2-3 ബുക്ക് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ദിസ് നെസസിറ്റേറ്റ്സ് ദ സബ്ഡിവിഷൻസ് ഓഫ് ജേണൽ. അതുകൊണ്ട് വലിയ ബുക്കുകൾ അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ള പ്രൈമറി ബുക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ജേണലിനെ എന്ത് ചെയ്യാണ്, സബ് ഡിവൈഡ് ചെയ്യാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ജേണൽ എൻട്രീസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരുന്നത് മൂലം
വലിയ ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ടും അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടും, വലിയ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട് അല്ലേ, ആ പരിധിയേക്കാൾ കൂടുതൽ ട്രാൻസാക്ഷൻസ് വലിയ കമ്പനിക്കാണെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു പരിധിയേക്കാൾ വലിയ ട്രാൻസാക്ഷൻസിനുള്ള ബുക്ക് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു അതിൽ നിന്നാണ് എന്തിൻ്റെ ആവശ്യം വരുന്നത്, സബ് ഡിവിഷൻ ഓഫ് ജേണൽസ് എന്നുള്ളതിൻ്റെ ആവശ്യം വരുന്നു. അപ്പോൾ ജേണലിനെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഇത്തരം അസൗകര്യം ഒഴിവാക്കാൻ വേണ്ടി ജേണലിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ജേണലിനെ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മെയിൻ ബുക്കിനെ എന്ത് ചെയ്യുന്നു, മെയിൻ ജേണൽ എന്ന് പറയുന്ന ബുക്കിനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരുന്ന കാരണം കൊണ്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു ജേണലിനെ, അല്ലേ. ദീസ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ ആർ കോൾഡ് സബ്സിഡറി ബുക്സ്. ഈ സബ് ഡിവിഷനെയാണ് അല്ലെങ്കിൽ എന്താണ് ദീസ് സബ്സിഡറി അല്ലെങ്കിൽ എന്താണ് ദീസ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ ആർ കോൾഡ് സബ്സിഡറി ബുക്ക്. ഇങ്ങനെ സബ്സിഡി അല്ലെങ്കിൽ എന്താണ് സബ് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സബ്സിഡറി ബുക്സ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേര് കൂടി പറയും, ദീസ് ആർ ഓൾസോ നോൺ ആസ് സ്പെഷ്യൽ ജേണൽ. ഇതിനെ സ്പെഷ്യൽ ജേണൽ എന്നുകൂടി പറയും. അപ്പോൾ ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യാം, വിശദീകരിക്കാം ഇതെന്താണെന്ന്. അതായത് ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാധാരണ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് എഴുതാം. പക്ഷേ വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുകയും അത് ഒരു ബുക്കിൽ എഴുതുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലാതെ വരികയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു, അല്ലേ, സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ഈ സബ് ഡിവിഷൻ ഓഫ് ജേണലിനെയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്, സബ്സിഡറി ബുക്ക് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നു. അപ്പോൾ സാധാരണ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ജേണൽ ബുക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സബ്സിഡറി ബുക്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ബുക്കുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയണം, സബ്സിഡറി ബുക്ക് എന്ന് പറയുന്ന 8 ബുക്കുകളാണ്. ദർ ആർ 8 പ്രൈമറി ബുക്സ് ഇൻ എന്താണ് സബ്സിഡറി ബുക്സ്, അല്ലേ. 8 പ്രൈമറി ബുക്കാണ് അക്കൗണ്ടിങ്ങിലുള്ളത്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരു കുട്ടികളായതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സാറുമാരോ അല്ലെങ്കിൽ എന്താണ് ഏജൻസീസോ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കുകയാണ്, പ്രൈമറി ബുക്സ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് 8 ജേണൽ ബുക്സ് ആണുള്ളത്. 8 ജേണലിൻ്റെ സബ്സിഡറി ബുക്കാണുള്ളത്, അല്ലേ. 8 ബുക്കാണുള്ളത്. ഈ 8 ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നു. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിങ് എൻട്രി നമ്മൾ ജേണലിൽ ഓപ്പൺ ചെയ്യുന്നത് 8ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സബ്സിഡറി ബുക്കിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ ബുക്കുകളാണ്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് എന്നുള്ള സംശയം വരും, അല്ലേ. ഒന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്, ക്യാഷ് ബുക്കിലാണ്, അല്ലേ. ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ബാങ്ക് ആൻഡ് ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്, ക്യാഷ് ബുക്കിലാണ് കേട്ടോ. അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് പർച്ചേസ് ബുക്കാണ്. പർച്ചേസ് ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പർച്ചേസ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ബുക്കിൻ്റെ പ്രത്യേകത ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിനെയാണല്ലോ പർച്ചേസസ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ബുക്കിൽ എന്തുമാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, അപ്പോൾ ക്യാഷ് പർച്ചേസ് ക്യാഷ് ബുക്കിൽ എഴുതണം കേട്ടോ. ക്യാഷ് പർച്ചേസ് എഴുതേണ്ട സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് ബുക്കാണ്. മൂന്നാമത്തെ ബുക്ക് സെയിൽസ് ബുക്കാണ്. സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് എന്താണ് സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്. ദെൻ സെയിൽസ് റിട്ടേൺ ബുക്ക് അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണ്, ഗുഡ്സ് റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് മാത്രം എഴുതുന്നതിനെയാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. അടുത്ത് പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്താണ്, അതിലൊക്കെ പേരുണ്ട്, എന്താണ്, ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയർ മാത്രം എഴുതുന്നതിനെയാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. ആറാമത്തെ പോയിന്റ് ബിൽസ് റിസീവബിൾ ബുക്ക്, അതായത് ബിൽസ് ഡ്രോൺ ഓൺ കസ്റ്റമേഴ്സ്, ബില്ല് കിട്ടിയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ബില്ല് തന്നിട്ടുള്ള എന്താണ്, കസ്റ്റമേഴ്സ് നമുക്ക് ബില്ല് തന്നിട്ടുള്ളതിനെയാണ് ബിൽസ്, അത് മാത്രം റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറയുന്നത്.
ദെൻ ഏഴാമത്തെ പോയിന്റ് ബിൽസ് പേയബിൾ ബുക്ക്. ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത് ബിൽസ് ആക്സെപ്റ്റഡ് ഇൻ ഫേവർ ഓഫ് സപ്ലയേഴ്സ്. ബില്ല് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ബില്ല് ഏതെങ്കിലും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബിൽസ് പേയബിൾ. അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് പറയാം ബില്ല് ആർക്കെങ്കിലും ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത്. എട്ടാമത്തെ ജേണൽ പ്രോപ്പർ. ആ ജേണൽ പ്രോപ്പറിൽ പറയുന്നത് ഓൾ റിമൈനിങ് ട്രാൻസാക്ഷൻസ്. നേരത്തെ പറഞ്ഞ 7 ഗണത്തിൽ പെടാത്തതിനെ ജേണൽ പ്രോപ്പർ എന്ന് പറയും. മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞ 7 ഐറ്റത്തിൽ വരാത്ത ഐറ്റംസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്. അപ്പോൾ കുട്ടികളോട് പറയാണ് എന്താണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, എത്ര ബുക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേണലാണ് ചോദിക്കുന്നത്. നമുക്ക് നിസ്സംശയം പറയാം 8 ബുക്കാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണത്? ക്യാഷ് ബുക്ക് 1, സെയിൽസ് ബുക്ക് 2, 3 പർച്ചേസ് ബുക്ക് അല്ലേ, 4 സെയിൽസ് റിട്ടേൺ, 5 പർച്ചേസ് റിട്ടേൺ, 6 BR, 7 BP. ഇതിലൊന്നും പെടാത്ത ഐറ്റംസ് ജേണൽ പ്രോപ്പർ. 8ാമത്തെ ബുക്ക് ജേണൽ പ്രോപ്പർ. അപ്പോൾ ഇത് കുട്ടികൾ വ്യക്തമായിട്ടുള്ള ധാരണ ബേസായിട്ട് കുട്ടികളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇത് കുട്ടികൾ മറക്കാൻ പാടില്ല. അപ്പോൾ പ്രൈമറി എൻട്രീസ് അല്ലെങ്കിൽ ജേണൽ എത്ര ബുക്കാണ് ഉള്ളത്? അതാണല്ലോ ജേണലാണല്ലോ ഒറിജിനൽ എൻട്രി. പ്രൈമറി എൻട്രി എന്താണ്? ജേണലാണ്. ജേണൽ എത്ര ബുക്കാണ്? 8 ബുക്കാണ് അല്ലേ. ഏതൊക്കെയാണ് 8 ബുക്ക്? പെട്ടെന്ന് പറയാം. എന്താണ്? ക്യാഷ് ബുക്ക്, ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ക്യാഷ് ബുക്കാണ് അല്ലേ. 2 എന്താണ്? സെയിൽസ് ബുക്ക്. ക്രെഡിറ്റ് സെയിൽസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സെയിൽസ് ബുക്ക്. 3 എന്താണ്? പർച്ചേസസ് ബുക്ക്. അതിൽ ക്രെഡിറ്റ് പർച്ചേസസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസസ് ബുക്ക് അല്ലേ. അപ്പോൾ നമ്മൾ 3 എണ്ണമായി. ഇനി എന്ത് ചെയ്യാം? സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കൊക്കെ കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ബുക്ക് 4ാമത്തെ, 5ാമത്തെ പർച്ചേസ് റിട്ടേൺ ബുക്ക്, 6ാമത്തെ BR ബുക്ക്. BR ബുക്ക് എന്ന് പറഞ്ഞാൽ BR നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, ബില്ല് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബില്ല് വേറൊരാളെ ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ബില്ല് തന്നിട്ടുണ്ടെങ്കിൽ BR ബുക്ക്. ബിൽസ് പേയബിൾ ബുക്ക് നമ്മൾ ആർക്കെങ്കിലും ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബിൽസ് പേ. അത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ബിൽസ് പേയബിൾ ബുക്ക്. ഈ ബുക്കുകൾ ഒന്നിലും എഴുതാത്ത കാര്യങ്ങൾ എഴുതാൻ വരുന്നുണ്ടെങ്കിൽ അത് എഴുതാനുള്ള ബുക്കാണ് ജേണൽ പ്രോപ്പർ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു സബ്സിഡറി ബുക്ക് എന്ന് പറയുന്ന ബുക്സ് എന്ത് ബുക്കാണ്? അത് ജേണലിനെ സബ്ഡിവൈഡ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അതിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? സ്പെഷ്യൽ ജേണൽ എന്നാണ്. സ്പെഷ്യൽ ജേണൽ എന്ന് പറയാം. മാത്രമല്ല സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ സബ്സിഡറി ബുക്സ് എത്ര എണ്ണമാണ്? 8 ബുക്കാണുള്ളത്. 8 ബുക്കിൽ നമ്മുടെ പേര് നമ്മൾ പഠിച്ചു. ഇനി അത് മറക്കാൻ പാടില്ല. കുട്ടികൾ ശ്രദ്ധിക്കുക നന്നായിട്ടായിട്ട്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈ ജേണൽ കഴിഞ്ഞാൽ ലെഡ്ജറാണ് നമ്മൾ പഠിച്ചു അല്ലേ. ലെഡ്ജർ കഴിഞ്ഞാൽ എന്താണ്? ലെഡ്ജറിൽ നമ്മൾ എന്താ ചെയ്ത്? ബാലൻസ് എടുക്കാൻ പഠിച്ചു. ബാലൻസ് അസറ്റ് അക്കൗണ്ടിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പഠിച്ചു. ലയബിലിറ്റീസിന് ക്യാപിറ്റലിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പഠിച്ചു. എക്സ്പെൻസസിനൊക്കെ എന്താണ്? നേരത്തെ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞു. അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? എക്സ്പെൻസസ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും. ഇനി അടുത്തത് കുട്ടികൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്തത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെൻ ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് ഫസ്റ്റ് ദേ ആർ റെക്കോർഡഡ് ഇൻ ജേണൽ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. സാധാരണ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അത് ആദ്യം എവിടെ റെക്കോർഡ് ചെയ്യും? ജേണലിൽ റെക്കോർഡ് ചെയ്യും. ദെൻ ദ ജേണൽ എൻട്രീസ് ആർ പോസ്റ്റഡ് ടു ലെഡ്ജർ. ജേണൽ എൻട്രീസ് എവിടേക്ക് പോസ്റ്റ് ചെയ്യുന്നു? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ദെൻ ഈച്ച് ലെഡ്ജർ അക്കൗണ്ട് ഈസ് ബാലൻസ്ഡ് അല്ലേ. അതുവരെ നമ്മൾ പഠിച്ചു, ബോർഡിൽ എഴുതി പഠിച്ചു എന്താണ്? ഓരോ ലെഡ്ജർ അക്കൗണ്ടും എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ആഫ്റ്റർ ദിസ് എ ലിസ്റ്റ് ഓഫ് ദീസ് ലെഡ്ജർ ബാലൻസസ് ഈസ് പ്രിപ്പയർഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പോസ്റ്റിംഗ് ഹാസ് ബീൻ ഡൺ കറക്റ്റ്ലി. അതായത് ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ ആദ്യം തുടക്കം തൊട്ട് ഒന്നുകൂടി പറയാം. ഒരു സാധാരണ ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ ദിവസവും ഉണ്ടാകുന്ന ട്രാൻസാക്ഷനെ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. ബിസിനസ് ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ജേണലിൽ റെക്കോർഡ് ചെയ്യും. വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉള്ള കാരണം കൊണ്ട് തന്നെ 8 ബുക്കുകളായിട്ടാണ് ജേണൽ ഡിവൈഡ് ചെയ്യുന്നത്. അതിനെ സബ്സിഡറി ബുക്സ് എന്ന് പറയും. ഇനി എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും ഈ ജേണലിൽ നിന്ന് എവിടേക്ക് പോസ്റ്റിംഗ് നടത്തുന്നു? ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് നടത്തുന്നു. ലെഡ്ജർ പോസ്റ്റിംഗ് കഴിഞ്ഞാൽ ഒരു വർഷാവസാനം ഏത് പീരീഡിൽ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം.
6 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഒക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിലും സാധാരണ പ്രൊസീജിയർ അനുസരിച്ച്, സാധാരണ രീതി അനുസരിച്ച് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിലാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നത്. ഇങ്ങനെ ബാലൻസ് ചെയ്ത ഐറ്റംസ് അല്ലെങ്കിൽ എന്താണ് ബാലൻസ് ചെയ്ത അതിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. മനസ്സിലായല്ലോ? എന്തിനു വേണ്ടിയിട്ടാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിൻ്റെ കറക്റ്റായിട്ടാണോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടാണോ എന്നറിയുന്നതിന് വേണ്ടി ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും, അല്ലേ? ഈ ലിസ്റ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ലെഡ്ജർ അക്കൗണ്ടുകൾ വരച്ച് അതിൽ നമ്മൾ ബാലൻസൊക്കെ കാണാൻ പഠിച്ചുല്ലോ. ചിലതിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, ചിലതിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, അല്ലേ? പലതിനും ബാലൻസ് ഉണ്ട്. ബാലൻസ് നമ്മൾ പലതും എന്ത് ചെയ്തു, ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും ഇതിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്താലും അവിടെ എന്തുണ്ട്, അവിടെ ഒരു ബാലൻസിങ് എമൗണ്ട് വരുന്നുണ്ട്. ആ ബാലൻസ് എമൗണ്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെ ഓരോ ഐറ്റവും ബാലൻസ് ചെയ്തതിന് ശേഷം ആ ബാലൻസ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ലിസ്റ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ദിസ് ലിസ്റ്റ് ഈസ് കോൾഡ് ട്രയൽ ബാലൻസ്. ഇനി നമുക്ക് എന്താണ് ട്രയൽ ബാലൻസ് ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൽ ലെഡ്ജറിലൊക്കെ എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജറൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ടോട്ടൽ ചെയ്തു, ബാലൻസ് ചെയ്തു. പക്ഷേ ഈ നമ്മൾ ചെയ്ത വർക്കൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? അത് ഒരു ഫാക്റ്റാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ അക്കൗണ്ടിങ് വർക്ക് പോലെ തന്നെ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു, ലെഡ്ജറിലേക്ക് എഴുതുന്നു, അത് ക്ലോസ് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, ഇത് ശരിയാണോ, അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലെ എല്ലാ ലെഡ്ജർ ബാലൻസസും എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് എടുത്ത് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഫോർ ദിസ് പർപ്പസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ടേക്കിംഗ് ഓൾ ബാലൻസസ് ഫ്രം ലെഡ്ജർ അക്കൗണ്ട്സ്. എല്ലാ ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസസ് എടുത്തിട്ട് ഒരു ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ട്രയൽ ബാലൻസ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എന്താ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ, ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് extracted from all accounts in the ledger for testing the arithmetical accuracy. ഞാൻ ഒന്നുകൂടി പറയാം. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ്, അല്ലേ? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസിൻ്റെ എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓൾ അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ ഫോർ ടെസ്റ്റിംഗ് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി. അരിത്തമാറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലെഡ്ജറിൽ നിന്ന് നമ്മൾ ബാലൻസസ് ഒക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദ ഡെബിറ്റ് ബാലൻസസ് ആർ ഷോൺ ഇൻ വൺ കോളം കോൾഡ് എന്താണ്, ഡെബിറ്റ് കോളം, ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ആർ ഷോൺ ഇൻ അനദർ കോളം കോൾഡ് ക്രെഡിറ്റ് കോളം. ദ എമൗണ്ട്സ് ഓഫ് ദ ടു കോളംസ് ആർ ടോട്ടൽഡ്, അല്ലേ? അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് 2 കോളമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അതിൽ ഒരു കോളം, ആദ്യത്തെ കോളം ഡെബിറ്റ് കോളവും രണ്ടാമത്തെ കോളം ക്രെഡിറ്റ് കോളമാണ്, അല്ലേ? ഡെബിറ്റ് ബാലൻസുകളൊക്കെ നമ്മൾ എവിടെ എഴുതുക, ഡെബിറ്റ് കോളത്തിൽ എഴുതുക. ക്രെഡിറ്റ് ബാലൻസുകളൊക്കെ എവിടെ എഴുതുക, ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് കോളം ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് കോളം ടോട്ടൽ ചെയ്യുക, അല്ലേ? ഡെബിറ്റ് കോളം ടോട്ടൽ ചെയ്യുക, ദെൻ ക്രെഡിറ്റ് കോളം ടോട്ടൽ ചെയ്യുക. ഇഫ് ദ ഡെബിറ്റ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ടോട്ടൽ, അല്ലേ? ഇഫ് the debit total is equal to credit total, we can say that there is an arithmetical accuracy, അല്ലേ? അവിടെ എന്തുണ്ട്, അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ട്. ഇറ്റ് ഈസ് ഡ്രോൺ അറ്റ് എനി ടൈം. ഈ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ വരയ്ക്കാം. നോർമലി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. ഇത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. പക്ഷേ സാധാരണഗതിയിൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് പറയാം. എന്താണ്, ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ഒക്കെ എടുത്ത് ഉണ്ടാക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസിന് സാധാരണ വലതുഭാഗത്ത് 2 എമൗണ്ട് കോളംസ് ഉണ്ടായിരിക്കും. അതിനെ വലതുഭാഗത്തുള്ള ആദ്യത്തെ കോളത്തിനെ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആദ്യത്തെ കോളത്തിനെ ഡെബിറ്റ് ബാലൻസ് കോളെന്നും രണ്ടാമത്തെ കോളത്തിനെ ക്രെഡിറ്റ് ബാലൻസ് കോളെന്നും പറയും.
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വലിയ സ്പേസ് ഉണ്ട്. അതായത് വലത് ഭാഗത്ത് 2 എമൗണ്ടുകളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് പർട്ടിക്കുലേഴ്സ് കോളാണ്. ആ പർട്ടിക്കുലേഴ്സ് കോളം എന്ന് പറഞ്ഞാൽ വലിയ സ്പേസ് ഉള്ള കോളാണ്. 2 കോളം മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ചെയ്യുന്നത് ലെഡ്ജർ അക്കൗണ്ടിലെ ഓരോ ബാലൻസും എടുത്തിട്ട് അതിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് ക്രെഡിറ്റ് കോളത്തിലും എഴുതുക. അപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് എന്തുണ്ടാവും, അസറ്റും അതുപോലെ തന്നെ എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അസറ്റും എക്സ്പെൻസൊക്കെ ഏത് കോളത്തിലാണ് വരിക, ഡെബിറ്റ് കോളത്തിൽ വരും. ദെൻ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം അല്ലേ, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ഇതൊക്കെ എവിടെ വരും, ക്രെഡിറ്റ് കോളത്തിൽ വരും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് എഴുതി പോവുക, താഴേക്ക് എഴുതി പോവുക. അപ്പോൾ ഇത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ അസറ്റ് സൈഡിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടുകളുടെ ബാലൻസ്, എക്സ്പെൻസ് അക്കൗണ്ടുകളുടെ ബാലൻസ് ഒക്കെ എവിടെയാണ് വരിക, ഡെബിറ്റ് സൈഡിലാണ് വരിക, ഡെബിറ്റ് കോളത്തിലാണ് വരിക. അതുപോലെ തന്നെ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ആൻഡ് ഗെയിൻ ഇതൊക്കെ എവിടെയാണ് വരിക, ഇതൊക്കെ ക്രെഡിറ്റ് കോളത്തിലാണ് വരിക. എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ടോട്ടൽ ചെയ്യുക, ആഡ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, if the debit total is equal to credit total, we can say there is an arithmetical accuracy. അവിടെ എന്തുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അതെന്താണ്, അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉള്ള ഒരു, നമ്മൾ ചെയ്തതൊക്കെ എന്താണ്, പൂർണ്ണമായിട്ടും ശരിയാണ്, അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ട്. മനസ്സിലായല്ലോ. ഇനി പറയുന്നത് ഈ ട്രയൽ ബാലൻസ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ നോർമലി സാധാരണഗതിയിൽ സ്ഥാപനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴാണ്, അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ലെഡ്ജറിൽ നിന്ന് എങ്ങനെയാണ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക, ഇത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് കുട്ടികൾ സ്വയം ചെയ്താലും മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിനും മുൻപത്തെ ക്ലാസ്സിൽ കുറച്ചധികം ജേണൽസായിട്ട് ചെയ്തില്ലേ, കുറച്ചധികം ട്രാൻസാക്ഷൻസ് ആയിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് 10 ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ വളരെ ചെറുതായി. കുറച്ചധികം കുറച്ചുകൂടി ട്രാൻസാക്ഷൻസ് കൂടുതലുണ്ട് അതിന് തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ. അപ്പോൾ അതിൽ എന്താണ്, അക്കൗണ്ടുകളൊക്കെ നോക്കി, അതിൽ നമ്മൾ കുറേ ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലെഡ്ജർ അക്കൗണ്ട്സിൽ നിന്ന് നോക്കി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. നമ്മളതിലെ ഓരോ അക്കൗണ്ടുകളും എടുത്ത് നോക്കുക. ഓരോ അക്കൗണ്ടുകളും എടുത്ത് നോക്കിയിട്ട് അതിൽ ഇപ്പം എന്താണ്, ചില എക്സ്പെൻസുകളൊക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും P&L അക്കൗണ്ടിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ വേണം. അതൊക്കെ എക്സ്പെൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അതൊക്കെ എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ള എമൗണ്ട് തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതണം, ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതണം. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഇതാണ് പറയാനുള്ളത്. നമ്മുടെ അസറ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഡെബിറ്റ് കോളത്തിൽ എഴുതുക. അസറ്റുകളുടെയൊക്കെ ബാലൻസ് വരുന്നതോ അല്ലെങ്കിൽ അസറ്റുകളുടെയൊക്കെ ബാലൻസേ ഉണ്ടാവുള്ളൂ. അസറ്റുകളുടെയൊക്കെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് കോളത്തിലേക്ക് എടുത്ത് എഴുതുക. ലയബിലിറ്റീസിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ബാലൻസസ് ക്രെഡിറ്റ് കോളത്തിലേക്ക് എടുത്ത് എഴുതുക. അതുപോലെ തന്നെ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ബാലൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ P&L അക്കൗണ്ടിലേക്കോ മാറ്റിയിട്ടുണ്ടാവും. അതൊക്കെ എക്സ്പെൻസസും ലോസസും ഒക്കെ എന്ത് ചെയ്യുക, ഡെബിറ്റ് കോളത്തിലേക്ക് എടുത്ത് എഴുതുക. ബാലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത്. ഇനി ഇൻകംസ്, അത് നമ്മൾ P&L അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യുക, അതിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് കോളത്തിലേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് ടോട്ടൽ ചെയ്ത്, അപ്പോൾ അതിൽ ആ അക്കൗണ്ടിൽ തന്നെ ചില കസ്റ്റമേഴ്സിൻ്റെ അതുപോലെ തന്നെ ചില സപ്ലയേഴ്സിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് പൈസ കൊടുക്കാനുള്ള കൊടുത്ത് തീർത്തു. അപ്പോൾ അവർ ഒരു അതൊരു ലയബിലിറ്റിയോ അസറ്റോ അല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത്തരം കേസുകൾ എന്ത് എടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാത്ത ഐറ്റംസ് ഒക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യനിലെ അക്കൗണ്ട്സ് ഒന്നുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതിൽ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗായത്രി ട്രേഡേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. 2019 ഗായത്രി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസും അതുപോലെ തന്നെ 5-ാം തീയതി മുതൽ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉള്ള ഓപ്പണിംഗ് എൻട്രി എഴുതി ട്രാൻസാക്ഷൻസൊക്കെ എഴുതി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഈ ട്രയൽ ബാലൻസ് വരയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ കുറച്ചുകൂടി കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ അക്കൗണ്ട്സ് ഞാനൊന്ന് വായിക്കാം. ആദ്യം ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് കുട്ടികളൊന്ന് നോക്കുക. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 10,780 ആണ്, 10,750.
അത് ഡെബിറ്റ് കോളത്തിൽ എഴുതി വയ്ക്കുക. രണ്ടാമത്തെ മുത്തു ആണ്. മുത്തു എന്ന് പറയുന്നത് ഒരു പേഴ്സണാണ്, ഡെപ്റ്ററാണ്, നമുക്ക് പൈസ തരാനുള്ളതാണ്, അസറ്റാണ്. മുത്തുവിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 5,000 ആണ്. 5,000. അതുപോലെ തന്നെ മുത്തു നമുക്ക് പൈസ തരാനുള്ള കാരണം കൊണ്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അതും എന്ത് ചെയ്യുക, അതും ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുക. പിന്നീട് ഫർണിച്ചറാണ്. ഫർണിച്ചർ അസറ്റാണ്. ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്? 22,000 ആണ് ബാലൻസ്. അതും ഡെബിറ്റ് കോളത്തിലേക്ക് എഴുതുക. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 24,000 ആണ്. സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റിയാലും എന്ത് തന്നെ ചെയ്യേണ്ടി വരും, അത് സ്റ്റോക്കിൻ്റെ ബാലൻസ് ഇവിടേക്ക് എടുത്ത് എഴുതണം. സ്റ്റോക്ക് അസറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അസറ്റ് അക്കൗണ്ടായിട്ട് ഡെബിറ്റ് കോളത്തിലെ എമൗണ്ട് എഴുതുക. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 24,000 ആണ്. അടുത്ത് രാജൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് അടക്കമുണ്ട് രാജൻ്റെ. 9,000 രൂപ രാജന് കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ 4,000 രൂപ കൊടുത്തു. ബാക്കിയുള്ള 5,000 കൊടുക്കാനുള്ള കാരണം കൊണ്ട് ലയബിലിറ്റിയാണ്. അത് ക്രെഡിറ്റ് കോളത്തിലേക്ക് എഴുതുക കേട്ടോ. അടുത്ത സെയിൽസ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ബാലൻസ് എഴുതുക. ഇൻകമായിട്ട് നമുക്ക് എവിടേക്ക് എഴുതാം, സെയിൽസ് നമുക്ക് ക്രെഡിറ്റ് കോളത്തിലേക്ക് എഴുതാം. അപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് ഞാൻ പറയാം. സെയിൽസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 എന്ന് പറയുന്നത് സെയിൽസിൻ്റെ എമൗണ്ട്, അത് എഴുതാം. അടുത്ത് പർച്ചേസാണ്. പർച്ചേസ് ഇതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പർച്ചേസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് കോളത്തിൽ പർച്ചേസസ് ഡെബിറ്റ് കോളത്തിലേക്ക് കൊടുക്കാം. അടുത്ത് ജീവൻ അക്കൗണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവൻ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജീവൻ അക്കൗണ്ടിൽ ജീവന് നമുക്ക് 5,000 രൂപ കടമായിട്ട് ഗുഡ്സ് ജീവൻ വാങ്ങി അല്ലേ. അയാൾ 500 രൂപ സെയിൽസ് റിട്ടേൺ വന്നു. ക്യാഷ് 4,250 രൂപ തന്നു. 250 രൂപ നമ്മൾ ഡിസ്കൗണ്ടും കൊടുത്തു. അപ്പോൾ ജീവൻ്റെ ഇടപാട് തീർത്തു, അവിടെ കഴിഞ്ഞു. ജീവൻ്റെ ഇത് ഫുള്ളായിട്ട് പേ ചെയ്ത് കഴിഞ്ഞു. ജീവൻ്റെ കേസ് ഫുള്ളായിട്ട് നമ്മൾ കൊടുത്ത് തീർത്ത് കഴിഞ്ഞു. ജീവൻ നമുക്ക് തന്നു തീർത്തു. അതായത് പൈസ തരാനുള്ളതൊക്കെ ജീവൻ തന്നു, നമ്മൾ ഡിസ്കൗണ്ട് അലൗ ചെയ്തു. അപ്പോൾ ഇനി ജീവൻ്റെ കേസ് അവിടെ ഇല്ല. ജീവൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോയി. അപ്പോൾ ജീവൻ്റെ അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ബാലൻസ് എടുക്കാനുണ്ടോ? ഒന്നും എടുക്കാനില്ല. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ജീവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിയാലോ, പൈസ കിട്ടാനുള്ളത് സ്വാഭാവികമായിട്ട് റിട്ടേൺ വരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് പോലെയാണ് വരിക അല്ലേ. അപ്പോൾ അത് ഡെബിറ്റ് കോളത്തിൽ എഴുതുക. സെയിൽസ് റിട്ടേൺ എക്സ്പെൻസ് ആയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് ഡെബിറ്റ് കോളത്തിലേക്ക് എഴുതുക. അതല്ലെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. സെയിൽസ് വരുന്നത് സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് കോളത്തിലായതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കോളത്തിൽ എഴുതാം. അതൊരു എളുപ്പവഴിയായിട്ട് പറയാമെന്ന് മാത്രം. അങ്ങനെ സാധാരണ ഒരു അക്കൗണ്ടൻസി എടുക്കുന്ന ടീച്ചർ അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത്. ഇനി മേനോൻസ് അക്കൗണ്ട് ഉണ്ട്. മേനോൻ്റെ അക്കൗണ്ടും ജീവൻ്റെ അക്കൗണ്ട് പോലെ തന്നെ മേനോൻ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയറാണ്, നമ്മൾ കടമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ജീവൻ്റെ പോലെ തന്നെ അത് ഓൾറെഡി ക്ലോസ് ചെയ്ത് പോയി. അപ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മേനോൻ്റെ അക്കൗണ്ട് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞു. അടുത്ത കാരേജ് അക്കൗണ്ടാണ്. കാരേജ് അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് ബാലൻസ് ഇട്ടിട്ടില്ലെങ്കിലും കാരേജ് നമുക്കറിയാം എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് കോളത്തിലേക്ക് 500 രൂപ എടുത്ത് എഴുതുക. റാവുവിന് പൈസ കൊടുക്കാണ്ട്, ഫർണിച്ചർ വാങ്ങിയതാണ്, റാവുവിന് പൈസ കൊടുക്കാണ്ട്. പൈസ കൊടുക്കാനുള്ള കാരണം കൊണ്ട് റാവുവിൻ്റെ എമൗണ്ട് എടുത്ത് എഴുതണം. പൈസ കൊടുക്കാനുള്ള കാരണം കൊണ്ട് ലയബിലിറ്റിയാണ്. നിർബന്ധമായിട്ട് നമുക്ക് ലയബിലിറ്റി സൈഡിൽ റാവുവിൻ്റെ എമൗണ്ട് 12,000 രൂപ കാണിക്കണം. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആണ്, റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇൻകമാണ്. പർച്ചേസ് റിട്ടേൺ എവിടെയാണ് വരിക? സ്വാഭാവികമായിട്ട് ഇൻകമാണ്, അത് ക്രെഡിറ്റ് കോളത്തിൽ വരും. ഡ്രോയിങ്സ് നമുക്കറിയാം എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് കോളത്തിൽ വരും. ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടാണ് അത് ഡെബിറ്റ് കോളത്തിൽ വരും, 250 രൂപ. ബാങ്ക് നമ്മുടെ അസറ്റാണ്, ഡെബിറ്റ് കോളത്തിൽ വരും 6,000 രൂപ. അതുപോലെ സാലറീസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് കോളത്തിൽ വരും. ക്യാപിറ്റൽ എപ്പോഴും നമുക്കറിയാം ലയബിലിറ്റി സൈഡാണ്. അപ്പോൾ ലയബിലിറ്റിയാണ്, അപ്പോൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകമാണ്, അപ്പോൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക. ഇത്രയാണ് നമുക്കത് ചെയ്യാനുള്ളത്. ഇത്രയും ബാലൻസുകൾ എടുത്ത് എഴുതിയിട്ട് നമ്മൾ കൂട്ടി നോക്കുക. സെയിം എമൗണ്ട് ആണ് വന്നതെങ്കിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ശരിയാണ്, അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ട്. നമ്മൾ ചെയ്ത അപ്ലൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് കറക്റ്റാണ്, അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാൻ കുട്ടികൾ ട്രയൽ ബാലൻസ് ചെയ്യാൻ കുട്ടികൾ പഠിക്കേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് ട്രയൽ ബാലൻസ് കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ക്ലാസ് മുൻപത്തെ ഗായത്രി ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ വെച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ അക്കൗണ്ട്സൊക്കെ നോക്കി ബാലൻസുകളൊക്കെ എടുത്ത് എഴുതി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് പ്രത്യേകം ചോദിക്കണം. ട്രയൽ ബാലൻസ് പഠിക്കാൻ എത്രയേ ബുദ്ധിമുട്ടുള്ളൂ, വളരെ എളുപ്പമാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ. Final accounts are the accounts prepared at the final stage to judge the financial position of the business. അപ്പോൾ final accounts are the accounts prepared at the final stage to judge the financial position of the business. ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടി, അതിനുവേണ്ടി മാത്രമല്ല, പ്രോഫിറ്റ് അറിയുന്നതിനൊക്കെ വേണ്ടി, മൊത്തത്തിലുള്ള ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ഫൈനൽ സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യുന്ന, ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഫൈനൽ സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആയതുകൊണ്ടാണ് അതിനെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് കൺസിസ്റ്റ് ഓഫ് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. മനസ്സിലായല്ലോ? ഫൈനൽ അക്കൗണ്ടിൽ എന്തുണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇത് മൂന്നും ചേർന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഫൈനൽ അക്കൗണ്ട്സ് കൺസിസ്റ്റ് ഓഫ് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടി ചേർന്നതാണ്. ഫൈനൽ അക്കൗണ്ട്സ് ആർ ഓൾസോ നോൺ ആസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനൽ അക്കൗണ്ട്സിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുകൂടി പറയപ്പെടുന്നു. മനസ്സിലായാലോ? ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇനി കുട്ടികൾക്ക് അറിയുന്നതിന് വേണ്ടി പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോൾ ട്രേഡർ എന്ന് പറയുന്ന ഒരു ഏകാംഗ വ്യാപാരിയാണ്. സാധാരണ എല്ലാ ടൈപ്പ് ബിസിനസ് ചെയ്യുന്നവരും വരയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫൈനൽ അക്കൗണ്ട്സ്. എല്ലാവർക്കും ഒരേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നാമത്തെ ട്രേഡിംഗ് അക്കൗണ്ട്, അത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ്. ഇതടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുകൂടി പറയും. ഇനി കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വരുന്ന അക്കൗണ്ടിങ് ഐറ്റംസിനെ, ഇപ്പം നമ്മുടെ ട്രയൽ ബാലൻസിൽ വരുന്ന ട്രയൽ ബാലൻസ് 2 കോളത്തിൽ ഡെബിറ്റും ക്രെഡിറ്റ് ആയിട്ട് വരുന്ന ഐറ്റംസിനെ നമുക്ക് റവന്യൂ ക്യാപിറ്റൽ എന്ന് ഡിവൈഡ് ചെയ്യാം, അല്ലേ? എന്താ റവന്യൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? റവന്യൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഇടലാട്ടോ. റവന്യൂ ടൈപ്പ് എക്സ്പെൻസും ക്യാപിറ്റൽ ടൈപ്പ് ഐറ്റംസും, റവന്യൂ ടൈപ്പ് ഐറ്റംസും ക്യാപിറ്റൽ ടൈപ്പ് ഐറ്റംസും. ഇപ്പോൾ റവന്യൂ ടൈപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഡേ ടു ഡേ അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഇൻകംസിനൊക്കെ റവന്യൂ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പർച്ചേസ് ചെയ്തു, സെയിൽ നടത്തി, സാലറി കൊടുത്തു, പേയ്മെൻറ്റ് റിസീവ് ചെയ്തു, ഇതൊക്കെ റവന്യൂ ടൈപ്പ് എക്സ്പെൻസസും ഇൻകംസും ആണ്. ഇനി ക്യാപിറ്റൽ ടൈപ്പ് എക്സ്പെൻസ് ഇൻകംസും ഉണ്ട്. നമ്മളൊരു ബിൽഡിംഗ് വാങ്ങി, ഒരു മെഷീനറി വാങ്ങി, ഒരു ബിൽഡിംഗ് വിറ്റു, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം നമ്മൾ എക്വയർ ചെയ്തു, സ്ഥലം വാങ്ങി, ലാൻഡ് വാങ്ങി. ഇതൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതും ഒരുപാട് നാളത്തേക്ക് നിലനിൽക്കുന്നതാണ്. ഇത്തരം ഐറ്റത്തിനെ ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറയും. അത് ക്യാപിറ്റൽ ഐറ്റംസ് ക്യാപിറ്റൽ എക്സ്പെൻസും ഉണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റുകളും ഉണ്ട്. ക്യാപിറ്റൽ ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻസും ഉണ്ട്, റെസീപ്റ്റ്സും ഉണ്ട്, എക്സ്പെൻഡിച്ചേഴ്സും ഉണ്ട്. അതായത് ഒരു ലാൻഡ് വാങ്ങുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അല്ലേ? ഒരു ബിൽഡിംഗ് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റാണ്. അപ്പോൾ ക്യാപിറ്റൽ ഐറ്റംസൊക്കെ എവിടേക്കാണ് പോകുള്ളൂ? ബാലൻസ് ഷീറ്റിലേക്കാണ് പോകുള്ളൂ. അതേസമയം റവന്യൂ നേച്ചറിലുള്ള ഡേ ടു ഡേ അഫയേഴ്സിൻ്റെ നേച്ചറിലുള്ള ഐറ്റംസൊക്കെ എവിടെയാണ് പോകുക? ബിസിനസ്സിൻ്റേതായിട്ടുള്ള എക്സ്പെൻസുകൾ, ഇൻകംസൊക്കെ പോകുന്ന അക്കൗണ്ടുകളെയാണ് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് വരേണ്ടത്, ട്രയൽ ബാലൻസിലുള്ള ഐറ്റംസ് പ്രധാനമായിട്ടും റവന്യൂ ഐറ്റംസ് ആയിട്ടും ക്യാപിറ്റൽ ഐറ്റംസ് ആയിട്ടും ഡിവൈഡ് ചെയ്യാം. റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നത് ബിസിനസ്സിന് വേണ്ടി വരുന്ന ഡേ ടു ഡേ അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട ഇൻകംസും എക്സ്പെൻഡിച്ചേഴ്സിനൊക്കെയാണ് റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പർച്ചേസസ്, അല്ലേ? പർച്ചേസ് എന്ന് പറഞ്ഞാൽ പൈസ പോവാണ്, സെയിൽസ് പൈസ വരികയാണ്, അല്ലേ? ഒന്ന് എക്സ്പെൻസും ഒന്ന് ഇൻകമാണ്, സാലറി പെയ്ഡ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് ആണ്. ഇനി നമുക്ക് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടൊരു നമുക്ക് ബിസിനസ്സിന് വേണ്ടി ഒരു ബിൽഡിംഗ് വേണം. അപ്പോൾ ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, അല്ലേ? ബിൽഡിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് എന്ത് ചെയ്തു? കുറച്ച് ഒരു മെഷീനറി നമ്മൾ വിറ്റു, സെയിൽ നടത്തി, അത് ക്യാപിറ്റൽ ഇൻകം ആണ്, അല്ലേ? ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഐറ്റംസ് ഒക്കെ എവിടേക്ക് തന്നെ മാറ്റണം? ബാലൻസ് ഷീറ്റിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. റവന്യൂ നേച്ചറിലെ ഐറ്റംസ് ആണ് എവിടേക്ക് പോകേണ്ടത്?
ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇതടങ്ങുന്ന അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിച്ചാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഞാനിപ്പോൾ ഇവിടെ സ്ലൈഡിൽ അക്കൗണ്ടിങ് ഐറ്റംസ് എന്ന് പറഞ്ഞ് റവന്യൂ ഐറ്റംസ്, ക്യാപിറ്റൽ ഐറ്റംസ്, ക്യാപിറ്റലിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എന്താണ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് നമ്മുടെ ലയബിലിറ്റി ആയിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മുടെ അസറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റവന്യൂ നേച്ചറൽ ഐറ്റംസ് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീപ്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, എക്സ്പെൻഡിച്ചേഴ്സൊക്കെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറൊക്കെ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. റവന്യൂ റെസീപ്റ്റുകളൊക്കെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്തായിട്ട് കൊടുക്കുന്നു, ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ ക്ലാസ്സിൽ നമുക്കത് കവർ ചെയ്യാനുള്ള, ട്രേഡിംഗ് അക്കൗണ്ട് കവർ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഈ ക്ലാസ്സോട് നിർത്തുകയാണ്. താങ്ക് യു.